എല്ലാവരും ദൈവത്തിൻ്റെ വലിയ അളവറ്റ സന്തോഷത്തിലും കൃപയിലുമാണെന്ന് വിശ്വസിക്കുന്നു. നിസൂം കൂട്ടായ്മയിലും ലൈവിലുമൊക്കെ ആയിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമുക്ക് അനുഭവിക്കാം. കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാം. ദൈവവചനം നമുക്ക് പഠിക്കുകയും വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഒട്ടുമിക്ക ആളുകളും ഒരു പരിധിവരെ ഡ്രൈവ് ചെയ്യുന്നവരാ, അല്ലേ? ഡ്രൈവ് ചെയ്യുന്നവരാ, വാഹനം ഡ്രൈവ് ചെയ്യുന്ന, ചിലപ്പോൾ ബൈക്കായിരിക്കാം, ചിലപ്പോൾ കാറായിരിക്കാം. ഇനി വിമാനം ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. കുറച്ചുകൂടി വലുതും ചെറുതുമായിട്ടുള്ള പല കാര്യങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് നമ്മൾ പലരും. നമുക്കറിയാം, സാധാരണഗതിയിൽ ഒരു കാറ് പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ, അത് സ്റ്റാർട്ട് ആവാതിരിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റോഡ് സൈഡിലൊക്കെ സ്ഥിരം കാണുന്ന സംഭവമാണ്, അതിൻ്റെ ബോണറ്റ് പൊക്കിയിട്ട് എല്ലാവരും പോയി നോക്കും, അല്ലേ? ബോണറ്റ്, ഫ്രണ്ടിൽ ബോണറ്റ് പൊക്കി സംഭവം വെച്ചിട്ട് നോക്കും. അപ്പം നോക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഇവനിതിനെക്കുറിച്ച് എന്തോ നല്ല ഗ്രാഹ്യമുണ്ട്, ഇവനിതിനെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ നമ്മൾ കൂടെയുള്ള ആളുകൾ ചോദിക്കും, ചേട്ടാ എന്താ പ്രശ്നം? അല്ല, അത് തന്നെ ഞാനും നോക്കുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. അല്ല, ഇതിനെക്കുറിച്ച് വല്ലതും അറിയുമോ? അല്ല, അറിയില്ല, എല്ലാവരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വണ്ടി സ്റ്റാർട്ട് ആവാതെ വരുമ്പോൾ അല്ലെങ്കിൽ ഓടാതെ വരുമ്പോൾ ഇതൊന്ന് പൊക്കി നോക്കിയാൽ എന്തോ അതിൻ്റെ അകത്ത് കാണുമ്പോൾ എന്തോ മനസ്സിലാവും എന്നുള്ളൊരു ചിന്തയാണ്. അപ്പം ഞാനും വെറുതെ ഒന്ന് പൊക്കി നോക്കി, അത്രേ ഉള്ളൂ. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലായില്ല. കുറേ വയറുകളുണ്ട്, എന്തൊക്കെയോ കുറേ എഞ്ചിനുകളുണ്ട്, ഇങ്ങനെ അത്രേ ഉള്ളൂ. സാധാരണ കാണുന്ന പോലെ എന്തോ കാണുന്നു, അത്രേ ഉള്ളൂ. ഇനി അതെങ്ങനെ മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ തീ പിടിക്കുകയും ചെയ്യും. നമുക്കറിയില്ല എന്താ സംഭവിക്കുന്നതെന്ന്. നമ്മുടെ കൂട്ടായ്മയിൽ തന്നെയുള്ള നമ്മുടെ റിജോ ബ്രദർ ആകട്ടെ, അല്ലെങ്കിൽ ജഗൻ ബ്രദർ, ഇവരൊക്കെ മെക്കാനിക്കൽ പഠിച്ച ആളുകളാണ്. അപ്പോൾ ഇവരാണ് നമ്മുടെ കൂടെയുള്ള യാത്രയിലെങ്കിൽ അവർ പെട്ടെന്ന് ഞങ്ങൾക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ചിലപ്പോൾ ഹൈ റേഞ്ച് കയറുമ്പോഴോ അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ വണ്ടി ഓവർ ഹീറ്റ് ആവുകയോ എന്തെങ്കിലും ഒരു ചെറിയ കംപ്ലയിൻറ്റ് വരുന്നു, അവർ പെട്ടെന്ന് വണ്ടി നിർത്താൻ പറയും. വണ്ടി നിർത്തി ബോണറ്റ് പൊക്കി അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് അവരത് ഡയഗ്നോസ് കണ്ടുപിടിക്കുകയും പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്യുകയും ചെയ്യുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവർക്ക് അതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്, അതിനെക്കുറിച്ച് അറിവുണ്ട്. എന്താണ് ആ വാഹനത്തിൻ്റെ വർക്കിംഗ് രീതി എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയാം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മളെല്ലാം ഇപ്പോൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു മൊബൈൽ ഡിവൈസിലൂടെയാണ്. ഒരു മാധ്യമം നമ്മൾ യൂസ് ചെയ്യുകയാണ്, മൊബൈൽ. ചിലപ്പോൾ ലാപ്ടോപ്പ് ആകാം, എന്തോ അങ്ങനത്തെ ഒരു ഇലക്ട്രോണിക് ഒരു ഐറ്റമാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ലൈവിലാകട്ടെ സൂമിലാകട്ടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ ഈ മൊബൈൽ നമ്മൾ വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു യൂസർ മാനുവൽ തരാറുണ്ട് സാധാരണ. ഈ യൂസർ മാനുവൽ ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവർ, ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് വായിച്ചിട്ടുള്ളവർ, സൂമിലുള്ളവരൊന്ന് കൈവക്കാമോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ? എനിവൺ? എൻ്റെ ഫ്രെയിമിൽ കാണുന്ന ഒന്നുമില്ല. ഇനി അതിൻ്റെ മറയിൽ ആരെങ്കിലും കൈ വെക്കേണ്ടത് എനിക്ക് അറിയത്തില്ല, ആരും ഉണ്ടാവില്ല. അതായത് നമുക്കറിയില്ല ഇതെങ്ങനെ ഉപയോഗിക്കണം, എന്താണ് ഇതിൻ്റെ വർക്കിംഗ് രീതികൾ, നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. നമുക്കറിയാവുന്നൊരു കാര്യം അതാണ്, ഇപ്പുറത്തെ സ്വിച്ചുമ്പോൾ കുത്തിയിട്ട് നടന്നില്ലെങ്കിൽ ഇപ്പുറത്തെ നമ്മൾ കുത്തി നോക്കുക, ഇത് രണ്ടും നടന്നില്ലെങ്കിൽ വേറൊരെണ്ണം നോക്കുക, എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. നമുക്കറിയാത്രേ അറിയത്തുള്ളൂ. ഇതിനപ്പുറത്തോട്ട് വലിയ ഐഡിയ ഒന്നുമില്ല. പുതിയ ടെക്നോളജി ഇപ്പോൾ കുറേ കാലം നമ്മൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്തു, പെട്ടെന്ന് ഐഫോണിലേക്ക് iOS മാറുകയാണ്. അപ്പോഴും നമുക്കറിയില്ല ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന്. കുറച്ച് നേരമൊക്കെ കളിച്ചു പോകും, ശരിയായില്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ശരിയാവും, ചിലപ്പോഴൊക്കെ ശരിയാവും. ഇതാണ് നമ്മളുടെയൊക്കെ എല്ലാ മേഖലകളിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ടെക്നോളജിക്കൽ പരമായിട്ടുള്ള നമ്മുടെ അറിവുകൾ ഇങ്ങനെയാണ്. ഇന്നിപ്പം ഇൻസ്റ്റാഗ്രാം പോലെയുള്ള അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ചില സംഭവങ്ങളിൽ ടെക്കികളുണ്ട്. അപ്പോൾ ടെക്കികൾ നമുക്ക് ചില ഷോർട്ട് കട്ട്സ് ഒക്കെ പറഞ്ഞു തരും, ഇങ്ങനെ കാര്യം ചെയ്താൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഉപകാരപ്പെടും. അപ്പോൾ ഈ ടെക്നോളജികൾ നമ്മൾ ഇങ്ങനെ അറിഞ്ഞിട്ടാണ് പലതും യൂസ് ചെയ്യുക. കുറേ കാലമായി നമ്മൾ ഉപയോഗിക്കുന്നു. ഇതിൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? നമ്മൾ ആദ്യമായിട്ട് അറിയുന്നത് ഇങ്ങനെ റീൽസ് കാണുമ്പോഴൊക്കെ ആയിരിക്കും നമ്മൾ പലപ്പോഴും അറിയുന്നത്. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞു വെച്ചതിൻ്റെ ഒരു രത്ന ചുരുക്കം ഇത്രയേ ഉള്ളൂ. നമുക്ക് ഉപയോഗിക്കാനോ നമുക്കതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വലിയ ഗ്രാഹ്യമുള്ള കാര്യമല്ല നമ്മൾ ഇന്ന് ഈ 21-ാം നൂറ്റാണ്ടിൽ, ഈ 2025 നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ്, നമ്മളെല്ലാം പൊതുവെ പറയപ്പെടുന്നത് ക്രിസ്ത്യാനി എന്ന നാമത്തിലാണ്. ക്രിസ്ത്യാനി എന്ന നാമത്തിലാണ്. പക്ഷെ ഞാൻ ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അറിയപ്പെടുമ്പോൾ എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച്, എൻ്റെ അപ്പനെ കുറിച്ച് എനിക്ക് എന്തൊക്കെ അറിയാം, എനിക്ക് എന്താണ് അറിയാൻ കഴിയുന്നത്, എനിക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പലപ്പോഴും നമ്മളൊരു ക്രിസ്ത്യാനിയോട് ക്രിസ്തുവിനെ കുറിച്ച് ചോദിച്ചാൽ അവർ പൊതുവെ പറയുന്നൊരു കാര്യമാണ്, ഓക്കെ യേശു സ്നേഹമാണ്, പെട്ടെന്ന് പറയും യേശു സ്നേഹമാണ്, ഓക്കെ, നമ്പർ 1. രണ്ടാമത് ചോദിച്ചാൽ യേശു എനിക്ക് വേണ്ടി മരിച്ചു, ഓക്കെ, യേശു എനിക്ക് വേണ്ടി ക്രൂശിതനായവനാണ്, യേശു ഉയർത്തെഴുന്നേറ്റവനാണ്. ഇത്രയൊക്കെ നമ്മൾ പറയും. ഒരു ബേസിക്കലി നമുക്ക് പറയാൻ പറ്റുന്ന ഏതൊരു ക്രിസ്ത്യാനിയോട് ചോദിച്ചാലും ഉറക്കത്തിലാണെങ്കിൽ അവൻ ചാടി എഴുന്നേറ്റ് പറയുന്ന
ചുരുക്കം ചില കാര്യങ്ങൾ. ഇത് മാത്രമല്ല, ഇതിൽ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്ക് പറയാൻ പെട്ടെന്ന് പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. തിരിച്ച് ഒരു ക്രിസ്ത്യാനി അല്ലാത്ത, ക്രിസ്തുവിനെ അറിയാത്ത ഒരു വ്യക്തി നമ്മളോട് ചോദിക്കുക, യേശു ദൈവമാണോ എന്ന് ചോദിക്കുമ്പോൾ ഓക്കെ, യേശു ദൈവമാണ് എന്ന് നമ്മൾ പറയും. യേശു എങ്ങനെ ദൈവമാകും എന്ന് ചോദിച്ചൊരു 5 ചോദ്യം നമ്മളോട് ചോദിച്ചാൽ നമ്മളപ്പോൾ അടുത്ത ആഴ്ച പറഞ്ഞാൽ മതിയോ, ഇന്ന് തന്നെ വേണോ എന്ന് ചോദിക്കും. അടുത്ത വേറൊരു ചോദ്യം ചോദിക്കുക, യേശു എന്തിനും മനുഷ്യനായി ഭൂമിയിലേക്ക് വന്നു? ഒരു ദൈവത്തിന് ഇത്രത്തോളം പരിതാപകരമായ ഒരു അവസ്ഥ വരേണ്ട ആവശ്യമുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചാൽ, അതിപ്പോൾ ഒരു സ്നേഹത്തിൻ്റെ തലത്തിലാവുമ്പോൾ വരുന്നതാണല്ലോ നല്ലത്. എന്തെങ്കിലും പറഞ്ഞ് നമ്മൾ ന്യായീകരണം പറഞ്ഞ് നമ്മൾ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും. എന്താണ് അതിൻ്റെ റീസൺ എന്ന് ചോദിച്ചാൽ, കൃത്യമായി തിയോളജിക്കലി, ബിബ്ലിക്കലി, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്നവരുണ്ട്, ഇല്ലയെന്നല്ല. ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി പേരുണ്ട്. പക്ഷെ എത്ര പേര് ഉണ്ട് എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ വിരലിൽ എണ്ണാവുന്നതേ ഉണ്ടാവത്തുള്ളൂ. വീണ്ടും യേശു എന്തിനു വേണ്ടി മരിച്ചു? ഒരു ദൈവം എന്തിനു വേണ്ടി ഇത്രത്തോളം താണിറങ്ങി? അവൻ എന്തിനു വേണ്ടി മരിച്ചു എന്ന് ചോദിച്ചാൽ, മരിച്ചു ഇത്രയും ഞങ്ങൾക്കറിയാം, അതിൻ്റെ അപ്പുറത്തോട്ട് എന്തിനു വേണ്ടി എന്ന് ഞങ്ങളോട് ചോദിക്കരുത് എന്ന് പറയുന്നവരായിരിക്കും ഒരു പരിധിവരെ കുറേ ആളുകൾ. യേശു ഉയർത്തെഴുന്നേറ്റു, യേശു എന്തിനാണ് ഉയർത്തെഴുന്നേറ്റത്? ഇങ്ങനെ പല ചോദ്യങ്ങൾ നമ്മളോട് ചോദിച്ചാൽ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്കത് തിരിച്ചു പറയാൻ പറ്റുമോ? ഇനി ഒരാളിങ്ങനെ പറയാൻ ശ്രമിക്കുകയാണെന്ന് നോക്കിയാൽ, ഈ സാധാരണ ഇരിക്കുന്ന നമ്മുടെ ഫിലോമിന അമ്മിച്ചി ആൻറ്റി പറയുകയാണ്, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിങ്ങനെയാണ് ക്രിസ്തു, ഇതിനാണ് ക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്, ഇതിനു വേണ്ടിയിട്ടാണ് യേശു മനുഷ്യനായി പിറന്നത്. ഇങ്ങനെ വചനാടിസ്ഥാനത്തിൽ ഒരു വ്യക്തിയോട് പറഞ്ഞാൽ, ഒരു ചർച്ചിലോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കമ്മ്യൂണിറ്റിയിലോ എവിടെയെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് മാർപ്പാപ്പയെ വേദപാഠം പഠിപ്പിക്കുകയാണോ എന്ന് ചോദിക്കും. പെട്ടെന്ന് വരുന്നൊരു ചോദ്യമായിരിക്കും ഇത്, അല്ലേ? അമ്മച്ചി ഈ പ്രായത്തിൽ മാർപ്പാപ്പയെ വേദപാഠം പഠിപ്പിക്കാൻ വരികയാണോ? നമ്മളൊരു ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ ഇത് ശരിയാണോ, ദൈവവചന അടിസ്ഥാനത്തിൽ ഇത് തെറ്റല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുക ചെയ്തു കഴിഞ്ഞാൽ ഉടനടി നമ്മളിലേക്ക് വരുന്ന മറുപടി അല്ലെങ്കിൽ ചോദ്യം ഇതാണ്, മാർപ്പാപ്പയെ വേദപാഠം പഠിപ്പിക്കുകയാണോ എന്നൊരു ചോദ്യമായിരിക്കും പൊതുവെ വരുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഒരു ചിന്തയുണ്ട്, മാർപ്പാപ്പ എല്ലാം പെർഫെക്റ്റ്, അച്ഛന്മാർ കുറച്ചുകൂടി പെർഫെക്റ്റ്, നമ്മളൊക്കെ ഏറ്റവും താഴെ കിടക്കുന്നവരാണെന്ന് നമ്മൾ സ്വയം അംഗീകരിക്കുക, സ്വയം സമ്മതിക്കുക. അതായത് ഞാൻ ആരാണ്? ഞാൻ ഗ്രൗണ്ടിലാണ്, ഏറ്റവും താഴെ കിടക്കുന്നവരാണ്, എനിക്ക് ഇതൊന്നും പഠിക്കാനുള്ള അവകാശമില്ല, ഇതൊന്നും അറിയാനുള്ള അവകാശമില്ല, ഇതൊന്നും മനസ്സിലാക്കാനുള്ള അവകാശമൊന്നും എനിക്കില്ല എന്നൊരു ചിന്ത നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ തന്നെയുണ്ട്. അത് സന്യാസിമാർക്ക്, അച്ഛന്മാർക്ക്, സിസ്റ്റേഴ്സിന് അല്ലെങ്കിൽ കുറച്ച് ഉന്നത ആളുകൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ബൈബിൾ വായിക്കുക, അത് മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെയൊക്കെ അടിസ്ഥാനം അവർക്കുള്ളതാണ്. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്നവരാണ് ഒരു പരിധിവരെ പൊതുവെ ക്രിസ്ത്യാനി. അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു പ്രശ്നം വന്നാൽ കാറിൻ്റെ ബോണറ്റ് പൊക്കിയിരിക്കാനല്ലാതെ നമുക്കറിയില്ല ഇതെങ്ങനെ സോൾവ് ചെയ്യണം. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ഇത് സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ലാത്തതിൻ്റെ കാരണം തന്നെ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തുവിനെ നമ്മൾ അറിയുന്നില്ല, യേശുവിനെ കുറിച്ച് നമുക്ക് യാതൊരുവിധ ബോധ്യങ്ങളുമില്ല. പ്രത്യേകിച്ച് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. എന്താണ് ദൈവം, ദൈവിക രഹസ്യങ്ങൾ എന്താണ് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് പലർക്കും ഒരു ഐഡിയ ഇല്ല. എന്തുകൊണ്ടാണ് ഇത് നമുക്ക് അറിയാത്തത്, അല്ലെങ്കിൽ പഠിക്കാൻ പറ്റാത്തത്, അല്ലെങ്കിൽ ഇതിനോട് നമുക്കൊരു ചിലർക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹവും ചിലർക്ക് ഭയങ്കര ബോറടിയാണ് ദൈവവചനം കേൾക്കുന്നത്. ഉറങ്ങാൻ നല്ലത് വചനം കേൾക്കുന്നതാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് എന്നോട്. അതായത്, ബ്രദറെ, ഈ കഴിഞ്ഞ ദിവസം കൂടി എന്നെ യൂട്യൂബിൽ നിന്ന് എൻ്റെ നമ്പർ കണ്ടിട്ട് വിളിച്ചു, കൊല്ലത്തുനിന്ന് വിളിച്ചേ, ബ്രദറിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ നന്നായി ഉറങ്ങി ബ്രദറെ എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു, ഇത് പറയാനാണോടാ നീ എന്നെ വിളിച്ചേ? നമ്മൾ ഭയങ്കര പ്രതീക്ഷയോടുകൂടി ക്ലാസ് നന്നായിരുന്നു എന്നൊക്കെ പറയുന്നുള്ള വലിയ ആഗ്രഹത്തോടുകൂടി പറഞ്ഞിപ്പോൾ ബ്രദറിൻ്റെ ക്ലാസ് കേട്ടിട്ട് ഞാൻ നന്നായി ഉറങ്ങി. ഞാൻ മറ്റുള്ളവരുടെ ക്ലാസ്സും കേട്ടിട്ട് ഉറങ്ങാറുണ്ട് കേട്ടോ ബ്രദറെ, കുഴപ്പമില്ലാണ്ട്, ബ്രദറിൻ്റെ ക്ലാസ്സും കേട്ടിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഓക്കെ, സന്തോഷമായി. സമയമില്ലാത്ത സമയത്ത് ബ്രദറിൻ്റെ കോൾ എടുത്തപ്പോൾ എനിക്ക് കിട്ടിയൊരു കോംപ്ലിമെൻ്റ് അല്ല, ഇരിക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഇങ്ങനെ പറയുന്നവരുണ്ട്, സത്യമായിരിക്കാം ഒരു പക്ഷേ, നമുക്കറിയില്ല. നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്താണ് നമുക്ക് അറിയാവുന്നത്, യേശുവിനെ കുറിച്ച് നമുക്ക് എന്താണ് അറിയാവുന്നത്? 1 കൊരിന്തോസ് അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. വിശുദ്ധ വചനം 1 കൊരിന്തോസ് അതിൻ്റെ 3-ാം അധ്യായം അതിൻ്റെ 1 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിച്ച് ധ്യാനിക്കുക. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡീക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ
പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ആമേൻ, ഹല്ലേലൂയ. വചനം പറയുകയാണ്, സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്ന പോലെ സംസാരിക്കാൻ സാധിച്ചില്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ആത്മീയമായ കാര്യങ്ങൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തണം എന്ന് ആഗ്രഹമുണ്ട്. ആത്മീയ മനുഷ്യരോട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ സാധിക്കുന്നില്ല. പകരം എങ്ങനെയാണ് എനിക്ക് സാധിക്കുന്നത് എന്ന് അപ്പസ്തലൻ പറയുകയാണ്, ജഡിക മനുഷ്യരോട് എന്ന പോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്ന പോലെയും ആണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. പൈതങ്ങളോട് എന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. എങ്ങനെയാണ് നമ്മൾ പിള്ളേരോട് സംസാരിക്കുക? കുഞ്ഞുങ്ങളോട് നമ്മൾ എങ്ങനെ സംസാരിക്കുക? കൊച്ചു പൈതങ്ങളോട് നമ്മൾ എങ്ങനെ സംസാരിക്കുക? സാധാരണ ഇപ്പോൾ ഒരു വക്കീലാണെങ്കിലും ഒരു ജഡ്ജാണെങ്കിലും ഒരു പട്ടാളക്കാരനാണെങ്കിലും മീശയൊക്കെ പിരിച്ചു നിൽക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മകൾക്കോ മകനോ ഒരു കൊച്ചുണ്ടാവുമ്പോൾ, ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ പട്ടാളക്കാരൻ്റെ മീശയൊക്കെ പതിയെ താഴും. ജഡ്ജിൻ്റെ ജഡ്ജ് എന്നുള്ള സംഭവമൊക്കെ പതിയെ താഴും. ആ കൊച്ചു കുഞ്ഞിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ കൊച്ചു കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ കുഞ്ഞു സുഖാണോ എന്നൊക്കെ ചോദിക്കും, അല്ലേ? നമ്മളെങ്ങനെയാ കൊച്ചിനോട്, കൊച്ചേ നിനക്ക് സുഖമാണോ, ഇങ്ങനെയാണോ ചോദിക്കുന്നത്? പിള്ളേരോട് നമ്മൾ ചോദിക്കുന്നത് അങ്ങനെയാണോ? അല്ല, നമ്മൾ കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് ആ കുഞ്ഞിന് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ കുഞ്ഞിൻ്റെതായ തലത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലും. അങ്ങനെ പൈതങ്ങളോട് സംസാരിക്കുന്നത് പോലെ നമ്മൾ പറയും, അങ്ങനെ ചോറ് തരട്ടെ, ഞാൻ കുഞ്ഞിന് ചോറും മീനും തരട്ടെ, അങ്ങനെ ആയിരിക്കും ധരിക്കുക. നേരെ തിരിച്ചായിരിക്കും, മീമി തരട്ടെ, അങ്ങനെയായിരിക്കും, കുറച്ച് മീമി എടുക്കട്ടെ, ഇതൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പിള്ളേരോട് ചോദിക്കുക. കാരണം കൊച്ചിനെ എങ്ങനെയെങ്കിലും നമുക്ക് വശത്താക്കി ഈ മീനും ഈ ചോറൊക്കെ അതിൻ്റെ വായിലേക്ക് എങ്ങനെയെങ്കിലും തള്ളിക്കയറ്റാൻ നമ്മൾ പതിയെ കുഞ്ഞായിട്ട് മാറും. അങ്ങനെ കുഞ്ഞായി മാറിയിട്ടാണ് നമ്മൾ അതിന് ചിലപ്പോൾ ആഹാരം കൊടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് നിങ്ങളോട് ആത്മീയ രഹസ്യങ്ങൾ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട്. അത് ആരെക്കുറിച്ചാ, എന്തിനെ കുറിച്ചാ? യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവുകൾ നിങ്ങൾക്ക് ഞാൻ പകർന്നു നൽകണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. ആരാണ് ക്രിസ്തു? ആരാണ് യേശു? എന്താണ് യേശുവിൻ്റെ സ്നേഹം? യേശുവിൻ്റെ കൃപ എന്താണ്? യേശുവിൻ്റെ പ്രവൃത്തി എങ്ങനെയാണ്? എന്താണ് യേശുവിനെ കുറിച്ചുള്ള ആത്മീയ ദൈവിക രഹസ്യങ്ങൾ എന്ന് എനിക്ക് നിങ്ങളോട് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ വെറും അറിവിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയുന്ന അറിവ് അതൊരു പൈതങ്ങൾക്ക് കൊടുക്കുന്ന അറിവ് മാത്രമേ എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് എനിക്ക് തരണമെന്ന ആഗ്രഹമുണ്ട്. ബട്ട് ഐ ആം ഹെൽപ്ലെസ്. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വൈ? എന്തുകൊണ്ടാണ് എന്ന് അവിടെ വചനം വ്യക്തമായിട്ട് പറയുന്നത്. നമുക്ക് ആ വാക്യം ഒന്നുകൂടി വായിക്കാം. സഹോദരരെ, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് എന്നതുപോലെ സംസാരിക്കാൻ സാധിച്ചില്ല. ജഡീക മനുഷ്യരോട് എന്നതുപോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്നതുപോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. ജഡീക മനുഷ്യരോട് എന്ന പോലെയും ക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ പൈതങ്ങളോട് എന്ന പോലെയുമാണ് നിങ്ങളോട് ഞാൻ സംസാരിച്ചത്. അതായത് നല്ല കട്ടിയുള്ള ആഹാരമൊക്കെ തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ദൈവിക രഹസ്യങ്ങൾ തരണമെന്ന് ആഗ്രഹമുണ്ട്. വലിയ വലിയ കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ആരാണ് ക്രിസ്തു? ക്രിസ്തുവിനെ കുറിച്ചുള്ള രഹസ്യങ്ങളുടെ കലവറ ദൈവം എനിക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അല്ലയോ കൊരിന്ത്യസിലെ വിശുദ്ധരെ, ദൈവജനമേ, നിങ്ങളോട് എനിക്ക് പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും വെറും ജഡിക മനുഷ്യരോട് പറയുന്ന, പൈതങ്ങളോട് പറയുന്ന കാര്യമേ എനിക്ക് പറയാൻ കഴിയുന്നുള്ളൂ. അതിനപ്പുറത്തോട്ട് എനിക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് എനിക്ക് പോകാൻ കഴിയുന്നില്ല. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് പൊതുവെ അവിടെ പറയുന്നത്. ഒന്ന്, ആത്മീയ മനുഷ്യനും അതുപോലെ ജഡിക മനുഷ്യനും. രണ്ട് കാറ്റഗറി ആളുകളെയാണ് ഇവിടെ അപ്പസ്തോലൻ എടുത്തു വെക്കുന്നത്. ഒന്ന് ആത്മീയ മനുഷ്യൻ, രണ്ട് ജഡിക മനുഷ്യൻ. നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ളൊരു വാക്ക് നമുക്കറിയാം, അൽമായര് അല്ലേ? അൽമായരാണ്. മറ്റവരാണ് പുരോഹിതരാണ്, സന്യസ്തരാണ്, അല്ലെങ്കിൽ ഉയർന്ന ആളുകളാണ്. സാധാരണ ജനം അൽമായരാണ് എന്ന് എപ്പോഴും പൊതുവെ തരം താഴ്ത്തി പറയുന്നൊരു വാക്ക് അൽമായർ, ലേമാൻ എന്ന് പറയുന്ന ഒരു വാക്ക് പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. ഇനി ആത്മീയർ എന്നൊരു വാക്കും ഉപയോഗിക്കാറുണ്ട്. ഞാൻ ആദ്യമായിട്ട് ദൈവവചനമൊക്കെ ഒന്ന് മനസ്സിലാക്കി, അല്ലെങ്കിൽ വചനം എന്നെ ഒന്ന് സ്നേഹിച്ചു തുടങ്ങി, ഞാൻ ക്രിസ്തുവിനെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളുടെ ഇടയിലൊക്കെ മദ്യപാനമൊക്കെ നിർത്തി അവരെ ഉപദേശിക്കാനൊക്കെ തുടങ്ങി, വചനമൊക്കെ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചു, പാസ്റ്റർ ഡെസ്റ്റിൻ എന്ന് വിളിച്ചു. പാസ്റ്റർ ഡെസ്റ്റിൻ എന്ന് വിളിച്ചു. അപ്പം ഞാൻ, നീ പോടാ വൃത്തികെട്ടവനെ, ഞാൻ പാസ്റ്റർ ഒന്നുമല്ല, നമ്മൾ പാവപ്പെട്ടവൻ, സാധാരണ മനുഷ്യൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അത്യാവശ്യം വിവരമുള്ളവനാണ്. അപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, അല്ല ഞാൻ അങ്ങനെ വിളിച്ചതിൽ നിനക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ പാസ്റ്ററല്ല, ഞാൻ ഒരു സാധാരണ മനുഷ്യനാണ്, പിന്നെ എന്നെ അങ്ങനെ പാസ്റ്റർ എന്ന് വിളിക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല.
അപ്പോൾ അവൻ പറഞ്ഞു, എടാ പാസ്റ്റർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നീ പോയെന്ന് ആദ്യം നോക്ക്. പാസ്റ്റർ എന്ന വാക്കിന് വലിയ വലിയ പ്രശ്നമൊന്നുമില്ല. ആത്മീയൻ, ആത്മാവിൽ നടത്തപ്പെടുന്നവൻ, ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നവൻ, ഇത്രയേ അർത്ഥമുള്ളൂ. ഞാൻ അതേ ഉദ്ദേശിച്ചുള്ളൂ. അല്ലാതെ നിന്നെ പെന്തക്കോസ്ത് പാസ്റ്റർ എന്നാക്കിയതല്ല. ഞാൻ നിന്നെ ഒരു അംഗീകാര മുദ്ര ഞാൻ നിനക്ക് തരികയായിരുന്നു. നിനക്കത് ഇഷ്ടപ്പെട്ടില്ല. വൈ? എന്തുകൊണ്ട്? നമുക്കതിൻ്റെ അർത്ഥം അറിയില്ല. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ ആകെ കണ്ടിരിക്കുന്നത് മറ്റേ വെള്ളയിട്ട് ക്ലീൻ ഷേവ് ചെയ്ത പാസ്റ്റർമാരെ കണ്ടിട്ടുള്ളൂ. അതാണെങ്കിൽ നമുക്ക് കാണുമ്പോഴേ അത്ര താല്പര്യമുള്ള വിഷയം അല്ലാത്തത് കൊണ്ട് ആ പേര് കേൾക്കുമ്പോഴേ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. ഇതാ പ്രശ്നം. ദൈവവചനം ഇവിടെ പൗലോസ് അപ്പോസ്തലൻ 2 തരം ആളുകളെ കാണിക്കുകയാണ്. ഒന്ന് ജഡികരായിട്ടുള്ള മനുഷ്യർ, 2 ആത്മീയരായിട്ടുള്ള മനുഷ്യർ. ആത്മീയരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ അവർക്ക് ദൈവിക രഹസ്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകും, ദൈവത്തെ അറിയാൻ സാധിക്കും, ദൈവത്തോടുള്ള സ്നേഹവും അതെല്ലാം അവർക്കുണ്ടാകും. പക്ഷേ ജഡിക മനുഷ്യരാണെങ്കിൽ ഇതെല്ലാം വ്യത്യസ്തമായിരിക്കും, യാതൊരുവിധ ബന്ധവും ഉണ്ടാകത്തില്ല. 1 കൊരിന്ത്യർ 2:14 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതായത് 3-ാം അധ്യായമാണ് നമ്മളിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. 2-ാം അധ്യായം 14 മുതൽ വാക്യങ്ങൾ നമ്മൾ ഒന്നും കൂടെ വായിച്ച് നമ്മൾ അതിൻ്റെ ഒരു ചിന്തയിലേക്ക് കൂടി നമ്മളൊന്ന് പോവുക. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവൻ അത് സ്വീകരിക്കുന്നില്ല. ലൗകിക മനുഷ്യന് ദൈവാത്മാവിന്റെ ദാനങ്ങൾ ഭോഷത്വമാകിയാൽ അവനത് സ്വീകരിക്കുന്നില്ല. അവനത് യാതൊരു വിധത്തിലും സ്വീകരിക്കാൻ കഴിയുന്നില്ല. അതായത് ഭൗതിക മനുഷ്യന് ഈ ദൈവാത്മാവിന്റെ രഹസ്യങ്ങളോ വലിയ കാര്യങ്ങളോ പറഞ്ഞു കഴിഞ്ഞാൽ അവനത് യാതൊരു വിധത്തിലും സ്വീകരിക്കുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല. അവനത് ഇഷ്ടപ്പെടത്തില്ല, അവനത് മനസ്സിലാകത്തില്ല, അവന് സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മളെവിടെ സുവിശേഷം പറഞ്ഞാൽ സുവിശേഷത്തെ പ്രതി നമ്മളെപ്പോഴും കല്ലേറ് കൊണ്ടിട്ടുള്ളവരാണ് നമ്മൾ പലരും. കാരണം നമ്മൾ ആരോടാണ് സുവിശേഷം പറയുന്നത്, ഏത് വ്യക്തിയോടാണ് സുവിശേഷം പറയുന്നത്? വിജാതിനോട് സുവിശേഷം പറഞ്ഞാൽ പെട്ടെന്ന് അവന് ഇഷ്ടപ്പെടും, അവൻ ആഗ്രഹിക്കുന്നുണ്ട്, അവൻ ആഗ്രഹമുണ്ട്, അത് മനസ്സിലാക്കണമെന്ന്. ഒരു പരിധി വരെ അവൻ ജഡികനാണ്, പക്ഷേ എങ്കിലും അവനത് സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നാൽ ഒരു ക്രിസ്ത്യാനിയോട് നമ്മൾ വചനം പറഞ്ഞാൽ ക്രിസ്ത്യാനി പറയും, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മാർപ്പാപ്പയെ നീ വേദോപദേശം പഠിപ്പിക്കണം എന്ന് പറയും. കാരണം എന്താ? അവനെ കുറിച്ചാണ് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ 1 കൊരിന്തോർ 2:14 പറഞ്ഞിരിക്കുന്നത്. ലൗകിക മനുഷ്യൻ, നമ്മൾ സത്യവേദ പുസ്തകത്തിൽ ആ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിനകത്ത് ഒത്തിരി യാക്കോബൈറ്റ്സ് ഉണ്ട്, അവർ അത് വായിക്കുന്നുണ്ടാവും. അപ്പം എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല, അതവന് ഭോഷത്വമാകുന്നു. പ്രാകൃത മനുഷ്യൻ, അങ്ങനെ ഒരു വാക്കാണ് സത്യവേദ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. POCയിലാണെങ്കിൽ ലൗകിക മനുഷ്യൻ എന്നാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ജഡികൻ, ജഡത്തിൽ വ്യാപരിക്കുന്നവൻ, ജഡത്തിൻ്റെ പിന്നാലെ പോകുന്നവൻ. അവൻ എന്ത് ചെയ്തില്ല? അവന് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കാൻ പറ്റത്തില്ല, ദൈവികമായ രഹസ്യങ്ങൾ അവന് സ്വീകരിക്കാൻ പറ്റത്തില്ല. നമ്മൾ പന്നിക്ക് മുത്തിട്ട് കൊടുത്താൽ അവൻ എന്ത് ചെയ്യും? നമ്മൾ സ്ഥിരം കാണുന്ന ഒരു ഉദാഹരണമാണ്. അതുപോലെ ആയിരിക്കും ഈ പറഞ്ഞ ജഡിക മനുഷ്യൻ, പ്രാകൃത മനുഷ്യൻ, ലൗകിക മനുഷ്യന് ദൈവവചനത്തിൻ്റെ രഹസ്യങ്ങൾ കൊടുത്താൽ. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ 3-ാം അധ്യായത്തിൽ പറഞ്ഞ്, എനിക്ക് നിങ്ങളോട് ആത്മീയ മനുഷ്യരോട് പറയുന്നത് പോലെ ദൈവരഹസ്യങ്ങൾ നൽകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾ വെറും ജഡികരായതുകൊണ്ട് എനിക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതൊന്നും പുറത്തോട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ ഇപ്പോൾ വായിച്ചതിൻ്റെ 15-ാം വാക്യം വായിക്കാമോ? ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ആത്മീയ മനുഷ്യനാകട്ടെ സകല കാര്യങ്ങളും വിവേചിച്ചറിയുന്നു, എല്ലാ കാര്യങ്ങളും. ഒരു ആത്മീയനാണെങ്കിൽ അവന് ദൈവിക രാജ്യത്തെക്കുറിച്ചും ദൈവിക രഹസ്യങ്ങളെക്കുറിച്ചും സകലതും അവന് വിവേചിച്ചറിയാൻ പറ്റും, അവന് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ ലൗകിക മനുഷ്യന് ഇത് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റത്തില്ല, അവനത് വലിച്ചെറിയത്തേ ഉള്ളൂ, അവനൊരിക്കലും അത് സ്വീകരിക്കാൻ കഴിയത്തില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്. നമ്മളിപ്പം വായിച്ചത് 2-ാം അധ്യായമാണ്. 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്തോർ 3:2 വാക്യം. ഗുരുവായ ഭക്ഷണം കഴിക്കുവാൻ ശക്തരല്ലാതിരുന്നതിനാൽ നിങ്ങൾക്ക് ഞാൻ പാൽ തന്നു, ഇപ്പോഴും നിങ്ങൾ ആ അവസ്ഥയിലാണ്. ഗുരുവായി ഭക്ഷണം കഴിക്കാൻ, അതായത് കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എന്നാൽ അത് കഴിക്കാൻ നിങ്ങൾ ശക്തരല്ല. ഞാൻ നല്ല കട്ടിയുള്ള ആഹാരം വിളമ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഇരുന്ന് അന്തസ്സായിട്ട് ഉറങ്ങും. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങൾക്കത് സ്വീകരിക്കാൻ പറ്റത്തില്ല. ദൈവിക രഹസ്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്, പക്ഷേ അത് സ്വീകരിക്കാൻ തക്കവണ്ണം നിങ്ങളുടെ ഹൃദയം അത്രത്തോളം ബലപ്പെട്ടിട്ടില്ലാത്തത് കൊണ്ട്, അത്രത്തോളം ശക്തമല്ലാത്തത് കൊണ്ട് എനിക്കത് പറയുക അത്ര ഈസി അല്ല എന്ന്, അത് നിങ്ങൾക്ക് സ്വീകരിക്കാനും കഴിയത്തില്ല. പകരം നിങ്ങൾക്ക് ഇഷ്ടം ഇപ്പോഴും പാലാണ്, കട്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് വേണ്ട. സാധാരണ എനിക്ക് തോന്നുന്നു ഒരു 6 മാസം വരെ കുഞ്ഞ് പാല് കുടിച്ചാണ് ജീവിക്കുന്നത്. 6 മാസം കഴിഞ്ഞാൽ അമ്മച്ചിമാർ
മറ്റേ കണ്ണങ്കായ ഉണക്കി പൊടിച്ച് അതിൻ്റെ കുറുക്കുണ്ടാക്കി കൊടുക്കും, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും. ഞാനിവിടെ അറിയുന്നൊരു സാധനം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ കുഞ്ഞിന് സ്വീകരിക്കാൻ പറ്റുന്ന കുറച്ചുകൂടി കട്ടിയുള്ള ആഹാരം കൊടുക്കും. കാരണം കുഞ്ഞിനത് ദഹിക്കുന്ന ഇതിലേക്ക് അവൻ്റെ എല്ലാ കാര്യങ്ങളും എത്തി. 1 വയസ്സ് കഴിഞ്ഞാൽ കുറച്ചുകൂടി കട്ടിയുള്ളത് കൊടുക്കും. 1 വയസ്സും 1.5 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറച്ചി മീനൊക്കെ കൊടുക്കും, നമ്മൾ ഇറച്ചിയോ എന്തെങ്കിലുമൊക്കെ കൊടുത്തുവിടും. അപ്പം ഇങ്ങനെ കട്ടിയുള്ള ആഹാരങ്ങൾ നമ്മൾ കൂട്ടി കൊടുത്തുകൊണ്ടിരിക്കും. കാരണം അത് സ്വീകരിക്കാൻ തക്കവണ്ണം അവൻ്റെ ശരീരം ശക്തമായി ബലപ്പെട്ടു, അത് ദഹിക്കുന്ന രീതിയിലേക്ക് അത് ബലപ്പെട്ടു. അപ്പോസ്തലൻ പറയുകയാണ്, കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ ഇതൊക്കെ തന്നിട്ടും ഇതൊക്കെ ചെയ്തു നോക്കിയിട്ടും നിങ്ങൾക്ക് ഇതൊന്നും സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നമുക്കൊരു ഉദാഹരണം പറയാം. എന്താണ് കട്ടിയുള്ള ആഹാരം, എന്താണ് ലഘുവായ ഭക്ഷണം? പാല് എന്താണ്? നമ്മൾ സ്വാഭാവികമായി, ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂട്ടായ്മയിലുള്ള റിജോ ബ്രദറിനെ വിളിച്ചു. അപ്പോൾ റിജോ ബ്രദർ ഞാനുമായിട്ട് ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കുക. അപ്പോൾ റിജോ ബ്രദർ സംസാരിച്ചപ്പോൾ അദ്ദേഹം ഞങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ഞങ്ങൾ വന്നൊരു സംസാരം ഇതായിരുന്നു: എന്തുകൊണ്ടായിരിക്കാം ഈ ദൈവിക രഹസ്യങ്ങൾ, ഇപ്പം ഈ റീസെൻ്റ്ലി ഉണ്ടായൊരു വിഷയം നമുക്കറിയാലോ. കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായൊരു പ്രബോധനം വന്നു, മാതാവ് സഹരക്ഷക അല്ല എന്നൊരു പ്രബോധനം വന്നു. സഹരക്ഷകയല്ല. അപ്പോൾ ഈ പ്രബോധനം എങ്ങനെയായിരിക്കും, എത്രത്തോളം പ്രതികൂലമായി സഭയെ ബാധിക്കും അല്ലെങ്കിൽ വിശ്വാസികളെ ബാധിക്കും, ഇത് നമ്മൾ വളരെ ക്ലോസ്ലി വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട്. പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊരു വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിലും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ നോക്കുമ്പം അതിനുവേണ്ടി ശരിക്കും പറഞ്ഞാൽ സഹരക്ഷകയാണെന്ന് പറഞ്ഞ സഭ ഇതുവരെ ഒരു പ്രബോധനം നടത്തിയിട്ടില്ല. സാധാരണഗതിയിലുള്ള കുറച്ച് അച്ഛന്മാരും ചില ആളുകളും മരിയൻ തിയോളജി കൊണ്ടുനടക്കുന്ന ആളുകളുമാണ് സഹരക്ഷക എന്ന് അവർ തന്നെ സ്വയം പ്രഖ്യാപിച്ച കാര്യമാണ്, അല്ലാതെ സഭ അത് പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ സഭ ഒരു ക്ലാരിഫിക്കേഷൻ കൊടുക്കുകയാണ്, സഹരക്ഷകയല്ല എന്നൊരു ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുക. അപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു സർക്കുലർ എല്ലാ ദേവാലയങ്ങളിലും പുതിയതായിട്ട് വായിച്ചിരിക്കുകയാണ്. എന്താണ് മാർപ്പാപ്പ കൊടുത്ത നിർദ്ദേശം, അതിന് കുറച്ചും കൂടി എക്സ്പ്ലനേഷൻ. അതായത് ജനത്തിൻ്റെ ഇടയിലുണ്ടായിരുന്നൊരു തിന്മ മാറ്റാൻ സഭയുടെ ഉന്നത തലത്തിൽ നിന്നും ഒരു ക്ലാരിഫിക്കേഷൻ ഇങ്ങോട്ട് കൊടുത്തപ്പോൾ ഇവിടെ നിന്ന് തിരിച്ച് മാർപ്പാപ്പയ്ക്ക് വേറൊരു ക്ലാരിഫിക്കേഷൻ തിരിച്ച് ഇവിടുന്ന് അങ്ങോട്ട് കൊടുത്തേക്കാണ്. പുതിയൊരു സർക്കുലർ, ഞങ്ങൾക്ക് ഇങ്ങനെ പറ്റത്തുള്ളൂ, ഇതിനപ്പുറത്തോട്ട് ഞങ്ങൾക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഒരു സാധനം അങ്ങോട്ട് കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്തായിരിക്കും ഇവരുടെ പ്രശ്നം? അപ്പോൾ റിജോ ബ്രദർ പറഞ്ഞൊരു കാര്യം ഇതാണ്: ഇപ്പോൾ ഞായറാഴ്ച പ്രസംഗം നടത്തപ്പോൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കണം. എന്ത് വേണം? യേശു ദൈവമാണെന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം ആഴത്തിൽ പരിശോധിച്ച് ദൈവിക അനുഭവം ഉണ്ടായി, ആ അനുഭവത്തിൽ നിന്നും ദൈവിക രഹസ്യങ്ങളുടെ കലവറ എടുത്ത് ദൈവജനത്തോട് പ്രസംഗിക്കണം. ഇതൊരു പണിയുള്ള കാര്യമാണ്. കുറച്ച് അധ്വാനിക്കണം, കുറച്ച് പണിയെടുക്കണം. എന്തിനാ ഈ പാടിന് പോണേ? നമ്മൾ മിൽമയിൽ ചെല്ലുന്നു, ഒരു പാക്കറ്റ് പാല് വാങ്ങുന്നു. അതാണെങ്കിൽ അത്യാവശ്യം ഇതൊക്കെ ചെയ്ത പാലാണ്, അത് നേരെ ഇതിലേക്ക് ഒഴിക്കുന്നു, കുറച്ച് ചായപ്പൊടി ഇടുന്നു, ചായ കുടിക്കുന്നു. ഈസിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതായത് നമ്മൾ ഇത്രയും കാലം എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നിങ്ങളൊരു നന്മ പറഞ്ഞറിയുമില്ല, ഒരു സ്വർഗസ്ഥനായില്ല, ഒരു തൃത്വസ്തുതിയില്ല, വിശുദ്ധനാണെന്ന് സ്വയം വിചാരിക്കുക, മുന്നോട്ട് പോവുക, പ്രാർത്ഥിക്കുക. ഇതിനപ്പുറത്തോട്ട് വലിയ ദൈവവചനമൊന്നും ആഴത്തിൽ പഠിക്കേണ്ട, യേശുവിനെ നിങ്ങൾ കൂടുതൽ അറിയണ്ട. ഇത്രയൊക്കെ തന്നെ അറിയാമെങ്കിൽ ധാരാളമാണ്. ഒരു സിനിമയിൽ കമ്പ്യൂട്ടറിനെ കുറിച്ച് നിനക്ക് എന്തറിയാം? സീഡ് റൈറ്റ് ചെയ്യാൻ അറിയോ? ആ സീഡ് റൈറ്റ് ചെയ്യാൻ, DVD ഞാൻ റൈറ്റ് ചെയ്യും. ഓ, നീ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആണല്ലേ, അപ്പോയിൻറ്റഡ് എന്ന് പറയുന്ന പോലെ യേശുവിനെ കുറിച്ച് ഇത്രയൊക്കെ അറിഞ്ഞാൽ മതി, ഇതിനപ്പുറത്തോട്ടൊന്നും നീ അറിയാൻ പോകേണ്ട കാര്യമില്ല എന്ന് ചിന്തിക്കുകയും യാതൊരു വിധത്തിലും അധ്വാനിക്കാൻ താല്പര്യമില്ലാതിരിക്കുകയും ജനത്തെ ഈ കുഴിയിൽ തന്നെ ഇടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ചില പ്രബോധകരും ചില ആളുകളുമാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. അതുകൊണ്ട് നമുക്കൊരിക്കലും കട്ടിയായ ആഹാരം തരാൻ അവർ ആഗ്രഹിക്കത്തില്ല, അവരൊരിക്കലും നമുക്ക് കട്ടിയായ ആഹാരം തരത്തില്ല. നമ്മൾ അധ്വാനിച്ച് കട്ടിയായ ആഹാരം നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ ആകെ ചെയ്യുന്ന കാര്യം കുറച്ച് നേർച്ച, കുറേ കാഴ്ചകൾ, ഈ നേർച്ചയും കാഴ്ചയും ഒക്കെ സമർപ്പിച്ച് എങ്ങനെയെങ്കിലും IELTS പാസ്സാവണം, എങ്ങനെയെങ്കിലും വിദേശത്ത് പോകണം, എങ്ങനെയെങ്കിലും ജോലി കിട്ടണം. ഇങ്ങനെ ജഡികമായ ചില അനുഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ആവശ്യം. ഇതിനപ്പുറത്തോട്ട് ദൈവിക രഹസ്യങ്ങളുടെ കലവറ തുറക്കണമേ കർത്താവേ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ചുരുളുകൾ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്? എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? ഉണ്ടായിരിക്കാം, ഇല്ലെന്നല്ല, പക്ഷെ എത്ര പേരുണ്ട് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഭൗതിക ലക്ഷ്യത്തിനല്ലാതെ ദൈവത്തിൽ ആശ്രയിക്കുന്ന എത്ര ആളുകളുണ്ട്? ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ദൈവവചനം വായിക്കുന്ന എത്ര പേരുണ്ട്? വചനം വായിച്ചാൽ മനസ്സിലാകുന്ന എത്ര പേരുണ്ട്?
അവിടെയാണ് അപ്പസ്തോലനായ പൗലോസ് 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറഞ്ഞത്, യേശുവിനെ കുറിച്ചുള്ള അറിവിന്റെ കാര്യത്തിൽ നിങ്ങൾ പൈതങ്ങളാ. നിങ്ങൾക്ക് യേശുവിനെ കുറിച്ച് യാതൊന്നും അറിയത്തില്ല. യേശു ആരാണ്, എന്താണ്, എങ്ങനെ, ഒന്നും നിങ്ങൾക്ക് അറിയത്തില്ല. എനിക്ക് ആഗ്രഹമുണ്ട് നിങ്ങളോട് പറഞ്ഞു തരണമെന്ന്. പക്ഷെ നിങ്ങൾ ശിശുവാണ്. ഇത് തന്നെ യേശു പറഞ്ഞിട്ടുണ്ട്, ഇത് തന്നെ പത്രോസ് പറഞ്ഞിട്ടുണ്ട്, ഇത് മിക്ക ആളുകളും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് വായിക്കാം യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം. യേശു തൻ്റെ പരസ്യ ജീവിതകാലത്ത് പറഞ്ഞ അതേ തലത്തിൽ നിന്ന് നമ്മൾ എത്രത്തോളം വളർന്നു എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുകയാണ് ഈ ഒരൊറ്റ വചനത്തിലൂടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 12-ാം വാക്യം. ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ ഇപ്പോൾ നിങ്ങൾക്ക് കഴിവില്ല. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട് മക്കളെ, പക്ഷെ അതൊന്നും ഉൾക്കൊള്ളാൻ നിങ്ങൾ പാകമായിട്ടില്ല. നിങ്ങൾക്ക് അതിനുള്ള പാകമായിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്യം പറയാണ്, സത്യാത്മാവ് വരുമ്പോൾ, പരിശുദ്ധാത്മാവ്, സത്യത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക് നയിക്കും. സത്യത്തിന്റെ പൂർണ്ണതയിലേക്ക്. അതായത് ഇപ്പോൾ നിങ്ങൾ ഈ ജഡിക ലക്ഷ്യത്തിന്, ജഡിക ആഗ്രഹത്തിന് വേണ്ടി, നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം ദൈവത്തെ തേടുന്ന, ദൈവത്തിന്റെ പിന്നാലെ പോകുന്ന തലത്തിൽ നിന്ന് നിങ്ങൾ മാറും. സത്യാത്മാവ് നിങ്ങളെ ദൈവത്തിന്റെ വചനത്തെ, സത്യത്തെ പഠിപ്പിക്കും, ദൈവത്തിനെ അറിയാൻ പഠിപ്പിക്കും. ഇപ്പൊ ഇന്ന് എനിക്കൊരു കോള് വന്നു. ഇപ്പോൾ കോള് വന്നപ്പം ഒരു അമ്മച്ചിയാണ്. അപ്പം അമ്മച്ചി വിളിച്ചത്, ഞാൻ കൃപാസനത്തിൽ 35 വർഷം മുമ്പ് ഞാൻ ജോസഫച്ചനായിട്ട് പരിചയവും ജോസഫച്ചൻ്റെ അടുത്ത് പോവുകയും ചെയ്തൊരു വ്യക്തിയാണെന്നാണ് ആ ആൻറ്റി എന്നെ വിളിച്ച് പരിചയപ്പെട്ട് പറഞ്ഞത്. അതായത് 4 വർഷം കഴിഞ്ഞിട്ടോ 4-5 വർഷം കഴിഞ്ഞിട്ട് അവർക്ക് മക്കളില്ല. അപ്പം അങ്ങ് മക്കളില്ലാതെ വന്നപ്പം അച്ഛൻ്റെ അടുത്തൊന്ന് പോയി കാണാനും അങ്ങനെ പ്രാർത്ഥിക്കാനും ഇടയായി. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അച്ഛൻ ഏതോ ഒരു ദൈവവചനം പറയുകയും നിങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവുകയെന്ന് പറയുകയും ചെയ്തു. 1 മാസത്തിനുള്ളിൽ ആ സ്ത്രീ പ്രഗ്നൻ്റായി, ഒരു കുഞ്ഞായി. വീണ്ടും 7 വർഷമോ എങ്ങാണ്ട് കഴിഞ്ഞപ്പോൾ രണ്ടാമത് ഒരു കുഞ്ഞു കൂടി ജനിച്ചു. അങ്ങനെ 2 മക്കളായി, വീട് പണിതു, എല്ലാം അനുഗ്രഹമായി, നല്ല രീതിയിൽ മുന്നോട്ട് പോയി. കുറച്ച് വർഷം വളരെ സന്തോഷമായിരുന്നു ബ്രദറെ. പക്ഷേ അതിനുശേഷം പിന്നീട് അങ്ങോട്ട് ഞങ്ങൾ വചനത്തിലേക്ക് ആഴ്ന്നിറങ്ങി നിൽക്കുന്ന സമയത്ത്, ആ സമയത്ത് ഞങ്ങൾക്ക് ഈ അനുഗ്രഹമൊക്കെ കിട്ടി. പക്ഷേ ഈ അനുഗ്രഹത്തിൻ്റെ പിന്നാലെ വന്ന അടികൾ, അതായത് 2 മക്കളൊക്കെ ആയി, പക്ഷേ പിന്നെ അങ്ങോട്ട് വന്ന അടികൾ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. അതായത് ഇവരെ കൊണ്ട് കാശ് രൂപം കുഴിച്ചിടിക്കുക, വീട് പണിയാനായിട്ട് വിഗ്രഹം കുഴിച്ചിടുക, കുരിശു, ഇങ്ങനെയുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ അച്ഛൻ്റെ ഉപദേശപ്രകാരം ഞങ്ങൾ ചെയ്തു. അത് ചെയ്ത അന്ന് മുതൽ തകർച്ചയാണ്. അതായത് എവിടെയാണോ ഞങ്ങൾ കുരിശു കുഴിച്ചിട്ടത് അവിടെ തന്നെ വെട്ടിയലച്ചു വീണ് ഈ എല്ലിൽ നിന്നും വേർപെട്ട് പോകുന്ന അവസ്ഥ. അത്രയും കുറേ കാലം കിടപ്പായി. ഇങ്ങനെ തകർച്ചയുടെ വലിയ അവസ്ഥയിലേക്ക് ഞങ്ങൾ പോയി. അപ്പോഴാണ് ഞങ്ങൾ ബൈബിൾ വായിക്കാനും ദൈവത്തെ അറിയാനും കൂടുതൽ ദൈവാത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് ബോധ്യം തരികയും ഞങ്ങൾ ഈ പോകുന്ന റൂട്ട് ശരിയല്ല, വിഗ്രഹാരാധന ശരിയല്ല എന്നുള്ള ചിന്തയൊക്കെ ഞങ്ങൾക്ക് വരികയും ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തത് എന്നാണ് ആ സഹോദരി പങ്കുവെച്ചത്. സഹോദരി പങ്കുവെച്ച് തുടങ്ങിയപ്പോഴേ 1-2 കാര്യങ്ങൾ എനിക്കൊരു ഡൗട്ട് വന്നു. ഞാൻ ചോദിച്ചു, ഇപ്പം പെന്തക്കോസ്ത് സഭയിലാണല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, അതെ ഞങ്ങൾ പെന്തക്കോസ്താണ്. അതെങ്ങനെ മനസ്സിലായി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, വേറൊന്നുമില്ല, ജെറമിയ എന്ന് പറയേണ്ടതിന് ഇരമിയാവ് എന്ന് പറയുകയും യെശയ്യാ എന്ന് പറയേണ്ടതിന് യെശയ്യാവ് എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം കത്തോലിക്കരായിരുന്നൊരു വ്യക്തി ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, പെന്തക്കോസ്തിലാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഏതെങ്കിലും പാസ്റ്റർ വന്ന് പറഞ്ഞതാണോ നിങ്ങൾ വിഗ്രഹത്തെക്കുറിച്ചും അല്ലെങ്കിൽ വിഗ്രഹാരാധനയെക്കുറിച്ചും? അവർ പറഞ്ഞു, ഒരിക്കലുമല്ല. ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം കിട്ടിയിട്ടും ഇത്രയും കഷ്ടത വന്നപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മാവ് തന്ന ബോധ്യങ്ങളിൽ നിന്നാണ് ഞങ്ങളത് മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്തത്. അവസാനം ഈ പ്രാർത്ഥനക്കാരും അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ് ഞങ്ങളെ തള്ളി പെന്തക്കോസ്താക്കിയത്. ഞങ്ങൾ ആഗ്രഹിച്ചിട്ടായതല്ല. ഇന്ന് എൻ്റെ മകൻ പാസ്റ്ററാണ്, ഇന്നെൻ്റെ മകൻ ഒരു ചർച്ചിലെ പാസ്റ്ററാണ് എന്നാണ് അമ്മച്ചി പറഞ്ഞത്. 35 വർഷം മുമ്പ് കാശുരൂപം കുഴിച്ചിട്ട അമ്മച്ചി, കുരിശു കുഴിച്ചിട്ട ആള്, ഭൗതിക ആഗ്രഹത്തിന് വീട് പണിയാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ അതിൽ നിന്ന് കിട്ടിയ പ്രഹരം, അടി അവർക്കൊരു തിരിച്ചറിവായി. ദൈവവചനം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടതെന്നൊരു ബോധ്യം അവർക്ക് കിട്ടി. പരിശുദ്ധാത്മാവ് അവരെ ദൈവവചനം കാണിച്ചു കൊടുത്തു. നമ്മൾ നോക്കാം, യേശു പറയുക, നിങ്ങൾക്ക് ശക്തമായ ആഹാരം തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ നിങ്ങൾക്ക് അതിനുള്ള കെൽപ്പില്ല, ശക്തിയില്ല. പരിശുദ്ധാത്മാവ്, സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നിങ്ങൾ നയിക്കപ്പെടും. ഹെബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കാം. ഹെബ്രായ ലേഖനം അതിൻ്റെ 5-ാം അധ്യായം 11 മുതൽ വാക്യങ്ങൾ വായിക്കാം. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയുവാനുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമമാണ്. അതായത് ദൈവിക രഹസ്യങ്ങളാണ് ഹെബ്രായ ലേഖനം മുഴുവൻ പറയുന്നത്. ഹെബ്രായ ലേഖനത്തിൻ്റെ
1-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ ഒരൊറ്റ വാക്യം 1 മണിക്കൂറുള്ള ഒരു ദിവസം നമുക്ക് ധ്യാനിക്കാനുള്ള സാധനമുണ്ട്. ഒരു ദിവസം അത്രയും അധികം ആഴങ്ങളുള്ള കാര്യങ്ങളാണ് ഹെബ്രായ ലേഖനങ്ങളിലൂടെ ദൈവാത്മാവ് നമുക്ക് എഴുതി തന്നിരിക്കുന്നത്. അവിടെ 5-ാം അധ്യായത്തിൽ വന്നപ്പോഴേക്കും അപ്പസ്തോലൻ ഇങ്ങനെ എഴുതുകയാണ്, ഇതിലും വലിയ രഹസ്യങ്ങൾ ഇതേക്കുറിച്ച് എനിക്ക് പറയാനുണ്ട്, പക്ഷേ സ്വീകരിക്കുന്നതിൽ നിങ്ങൾ വിമുഖത കാണിക്കുന്നതാൽ എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഒന്നുകൂടി വായിക്കാമോ ബ്രദറെ ആ വാക്യം? ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയുവാനുണ്ട്. ധാരാളം കാര്യങ്ങൾ ഇതേക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട്, ഗ്രഹിക്കുന്നതിൽ നിങ്ങൾ വളരെ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമമാണ്. അത് വിഷമമാണ്. അടുത്ത വാക്യം വായിച്ചു. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരുന്നവനാണ്. ഇതിനകം നിങ്ങളെല്ലാം പ്രബോധനം നടത്തേണ്ട, ദൈവവചനം എടുത്തു വെച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല, അത് ചെയ്യുന്നില്ലല്ലോ എന്ന് വിഷമത്തോടെ അപ്പസ്തോലൻ പറയും. അടുത്ത വാക്യം വായിച്ചോ. പക്ഷേ ദൈവവചനത്തിന്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കുവാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. അതായത് ABCD ഇപ്പോഴും 1, 2 ഈ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ദൈവവചനത്തിന്റെ. ഇപ്പോഴും നിങ്ങൾക്ക് അതിനപ്പുറത്തോട്ട് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. 1 പത്രോസ് അതിന്റെ 2-ാം അധ്യായം 2-ാം വാക്യം കൂടി വായിക്കാം. 1 പത്രോസ് 2-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. രക്ഷയിലേക്ക് വളർന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും ആത്മീയവുമായ പാലിനു വേണ്ടി ഇളം പൈതങ്ങളെ പോലെ ദാഹിക്കുവിൻ. രക്ഷയിലേക്ക്, പൂർണ്ണ രക്ഷയിലേക്ക്, ദൈവിക രഹസ്യത്തിലേക്ക് നിങ്ങൾ കടന്നു വരേണ്ടതിന് നിങ്ങൾ പരിശുദ്ധവും പൈതങ്ങളെ പോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ആത്മാവിന്റെ ആ ഒരു പാലിന് വേണ്ടി നിങ്ങൾ ദാഹിക്കണം. നിങ്ങൾക്ക് ഇപ്പോഴും കിട്ടുന്നത് കട്ടിയില്ലാത്ത പാലാണ്. എന്നാൽ ശക്തമായ ദൈവവചനത്തിന്റെ രഹസ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി ദാഹിക്കണം എന്ന് പറയുക. നമ്മൾ ആദ്യം വായിച്ച 1 കൊരിന്തോസ് 3-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യത്തിലൊന്ന് വരിക. 2 വാക്യം വരെയാണ് നമ്മൾ വായിച്ച് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ 3-ാം വാക്യം മുതൽ നമ്മളത് വായിക്കുക. അതിൻ്റെ കാരണം എന്താണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ജഡികരായിരിക്കുന്നത്, ആത്മീയ രഹസ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ താഴേക്ക് 3-ാം വാക്യത്തിൽ അപ്പസ്തോലൻ എന്താണ് പറയുന്നത് എന്നുകൂടെ നമുക്കൊന്ന് ശ്രമിക്കാം. എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ. നിങ്ങളുടെ ഇടയിൽ അസൂയയും തർക്കവും നിലനിൽക്കുമ്പോൾ നിങ്ങൾ ജഡീകരും സാധാരണക്കാരുമല്ലേ. ഇത്രയും നേരം നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് ഇത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് ജീസസ് വിഷന്റെ മക്കളെ യാതൊരു വിധത്തിലും ബാധിക്കത്തില്ല. കാരണം ഞങ്ങൾ വചനം അറിയുകയും പഠിക്കുകയും ആഴങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തവരായതുകൊണ്ട് ഞങ്ങളെല്ലാം തികഞ്ഞവരാ എന്നുള്ളൊരു ചിന്തയായിരുന്നു. കർത്താവിൻ്റെ ആത്മാവ് പൗലോസ് അപ്പസ്തോലനോട് നമ്മളോട് എഴുതി പറയുകയാണ്, എന്തെന്നാൽ നിങ്ങൾ ഇപ്പോഴും ജഡിക മനുഷ്യർ തന്നെ, നിങ്ങൾക്ക് ഇപ്പോഴും പാലാണ് കിട്ടുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ അസൂയയും തർക്കവും നിലനിൽക്കുന്നു. നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക, നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. എന്നിൽ അസൂയ ഉണ്ടോ? എന്നിൽ തർക്കമുണ്ടോ? എന്നിൽ വിഭാഗീയ ചിന്തയുണ്ടോ? ഞാനെന്ന ഭാവമുണ്ടോ? അഹങ്കാരമുണ്ടോ? വിദ്വേഷമുണ്ടോ? വെറുപ്പുണ്ടോ? ഇങ്ങനെ ജഡത്തിന്റെ വ്യാപാരങ്ങൾ എവിടെയെങ്കിലും നമ്മളിൽ ഉണ്ടെങ്കിൽ ദൈവവചനം പറയുകയാണ്, നിങ്ങളിൽ അതുണ്ടെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് ഒന്നും അറിയില്ല. ക്രിസ്തുവിനെ കുറിച്ചുള്ള ദൈവിക രഹസ്യങ്ങൾ നിങ്ങൾ അറിയില്ല, നിങ്ങൾ പഠിക്കില്ല, മനസ്സിലാക്കില്ല, നിങ്ങൾ ശിശുവായിരിക്കും. ഒരിക്കലും ആ ശൈശവത്തിൽ നിന്നും ബാല്യത്തിലേക്കോ, ബാല്യത്തിൽ നിന്നും യൗവനത്തിലേക്കോ, യൗവനത്തിൽ നിന്നും അടുത്ത ലെവലിലേക്കോ നിങ്ങൾ ഒരിക്കലും കയറത്തില്ല. നിങ്ങൾ എവിടെ നിൽക്കും? എപ്പോഴും ശിശുവായി തന്നെ നിൽക്കും. അപ്പൊ ചോദിക്കും, ബ്രദറെ അസൂയില്ലാത്ത ആരാ ഉള്ളേ? അസൂയില്ലാത്ത ആരാ ഉള്ളേ? ഇപ്പോൾ നമുക്കെല്ലാവർക്കും ക്ഷമിക്കുന്ന സ്നേഹം നമുക്കൊക്കെ ഉണ്ട് അല്ലേ? ക്ഷമിക്കുന്ന സ്നേഹം. ഞാൻ ആരുടെയും മുഖം നോക്കുന്നില്ല, ഞാൻ ആരോടൊന്നും പറയുന്നില്ല. ഞാൻ പറയുമ്പോൾ നിങ്ങൾ പറയും അതെന്നെയാണ് ഉദ്ദേശിച്ചതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി പേരൊന്നും എടുക്കുന്നില്ല. എല്ലാവർക്കും ക്ഷമിക്കുന്ന സ്നേഹം ഉണ്ടല്ലോ അല്ലേ? നമുക്കൊക്കെ ക്ഷമിക്കുന്ന സ്നേഹമുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ ഇപ്പോൾ ഒരാൾ വന്നിട്ട്, നമ്മുടെ റോയ് ബ്രദർ വന്നിട്ട് എന്നെ ഒന്ന് എന്തെങ്കിലും ഒരു കാര്യത്തിനൊന്ന് വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ എന്നെ ഒന്ന് തല്ലി, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മ നടക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒരുവൻ വന്ന് ഇങ്ങനെയാണോടാ, ഇത്ര ശബ്ദത്തിലാണോടാ പ്രാർത്ഥന വയ്ക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളെ ചെകിട്ടുന്ന് അടിച്ചു, ഒരടി വന്നു. അടി തരുമ്പോൾ തന്നെ നമ്മൾ പെട്ടെന്ന് ആദ്യത്തെ സെക്കൻഡിൽ നമുക്കൊന്ന് സ്റ്റക്കാവും, അടുത്ത സെക്കൻഡിൽ നമ്മൾ അവൻ്റെ കോളറിന് പിടിക്കും, മൂന്നാമത്തെ സെക്കൻഡിൽ അവനെ പിടിച്ച് നമ്മൾ പുറത്താക്കും. പിന്നെ എന്തൊക്കെ പറയാൻ പറ്റുമെങ്കിൽ പറയും, ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും അല്ലേ? ഇതായിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഒരു ആത്മീയ മനുഷ്യനാണെങ്കിൽ അയ്യോ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനാണ്, ഇത് ചെയ്യാൻ പാടില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലല്ലോ, കാരണം എന്നിൽ യേശു ഉണ്ടല്ലോ, യേശു എന്നിലുണ്ടെങ്കിൽ എനിക്കത് ചെയ്യാൻ പാടില്ലല്ലോ എന്നായിരിക്കും നമ്മൾ ചിന്തിക്കുക. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം ഞാനിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ലൈറ്റിൻ്റെ വെട്ടത്തിലൊരു പ്രാണി എൻ്റെ കണ്ണിലേക്ക് വരികയാണെങ്കിൽ ഞാൻ സംസാരിക്കുന്ന വിഷയത്തിൽ യാതൊരു സ്റ്റോപ്പും ഉണ്ടാവത്തില്ല. എൻ്റെ കൈ അറിയാതെ ആ പ്രാണിയെ തട്ടിമാറ്റും, ആ പ്രാണിയെ ഞാൻ തട്ടിമാറ്റും. എൻ്റെ തലച്ചോറിൽ നിന്നും ഒരു മെസ്സേജ് എൻ്റെ കയ്യിലേക്ക് വന്ന്
കൈയുടെ ഒരു മെസ്സഞ്ചർ പെട്ടെന്ന് അത് റീഡ് ചെയ്തിട്ട് ഈ സംഭവം തട്ടി മാറ്റുക. ഇത് ഏത് സെക്കൻഡിൽ എപ്പോൾ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചാൽ നോ, അറിയത്തില്ല, ആർക്കും അറിയത്തില്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നടക്കുക, പെട്ടെന്ന് റിയാക്ഷനാണ്. കാരണം ഈ ശരീരത്തിന് വ്യക്തമായിട്ടൊരു ബോധ്യമുണ്ട്, ഈ ശരീരത്തിൻ്റെ ഭാഗമായ കണ്ണിലേക്കോ മൂക്കിലേക്കോ ഈ പ്രാണി വന്നു കഴിഞ്ഞാൽ ഇത് ഡിസ്റ്റർബൻസ് ആണ്, ഇത് പ്രശ്നമാണ് എന്ന് അറിയാവുന്ന എൻ്റെ തലച്ചോറ് പെട്ടെന്നൊരു മെസ്സേജ് കയ്യിലേക്ക് അയക്കി, കൈയിടാ, പോയി തടയടാ എന്ന് പറയുകയും ഇത് പെട്ടെന്ന് തടയപ്പെടുകയും ചെയ്യുന്നു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം സംഭവിക്കും. അല്ലാതെ നമ്മളിപ്പോൾ മറ്റേ ഇൻ്റർനെറ്റ് കറങ്ങി തിരിച്ചു വരുന്ന പോലെ വന്നു കഴിഞ്ഞാൽ ഈച്ച വന്ന് അടിയിൽ നിന്ന് ഈച്ചയുടെ പാട്ടിന് പോയാലും കൈ വരത്തില്ല. പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്കൊക്കെ അനുഭവം ഉണ്ടാവും, നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ ഒരു അനുഭവം സഡൻലി ഉള്ളൊരു റിയാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ആരോട് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്കറിയത്തില്ല. തല കൈയോട് പറഞ്ഞോ, വായ് കൈയോട് പറഞ്ഞോ, കണ്ണ് കൈയോട് പറഞ്ഞോ, എടാ രക്ഷിക്കടാന്ന് പറഞ്ഞോ, ആരോടും പറഞ്ഞിട്ടില്ല. സ്പോണ്ടേനിയസ് ആയിട്ട് തന്നെ സംഭവിച്ചു, പെട്ടെന്ന് സംഭവിച്ചു. ഇതാണ് നടക്കുന്നത്. നമ്മൾ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ ഞാനാണെങ്കിൽ ഇതേ കാര്യം തന്നെയായിരിക്കും നമ്മുടെ ലൈഫിൽ വരുന്നത്. ഇപ്പോൾ ഒരാൾ വന്നിട്ട് നമുക്കൊരു അസൂയ തോന്നിക്കഴിഞ്ഞപ്പോൾ, എടാ ക്രിസ്തുവിൻ്റെ മക്കൾക്ക് അങ്ങനെ അസൂയ ഉണ്ടാകാമോ? ഒരു വിഭാഗീയ ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മക്കൾക്ക് ഇങ്ങനെ ഒരു വിഭാഗീയ ചിന്ത ഉണ്ടാകാമോ? നമ്മളൊന്ന് പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ, മോനെ ദേഷ്യപ്പെടല്ലേ, നീ യേശുവിൻ്റെ ശിഷ്യനല്ലേ, നീ സുവിശേഷകനല്ലേ എന്ന് പറഞ്ഞപ്പോൾ, സോറി ചേട്ടാ എന്ന് പറയുകയല്ല. യേശു പറഞ്ഞു, നിന്റെ വലത് കരണം അടിച്ചാൽ ഇടത് കരണം കൂടി കാണിച്ചു കൊടുക്കാൻ കഴിയണം, അപ്പോഴേ നീ ക്രിസ്തുവിനെ അറിയുന്നുള്ളൂ. അവിടെയാണ് റിയലി നീ ക്രിസ്തുവിനെ അറിയുന്നുള്ളൂ, നീ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി മാറുന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം ശ്രദ്ധിക്കുക. അതായത് എൻ്റെ ശരീരത്തിൻ്റെ കണ്ണിൻ്റെ ഭാഗം തന്നെയാണ് ഈ കൈ എന്നുള്ളത് കൊണ്ടാണ് കണ്ണിലേക്ക് വന്ന ആ പ്രാണിയെ എൻ്റെ കൈ തട്ടി മാറ്റിയത്. ഇതൊറ്റ ശരീരമായതുകൊണ്ടാണ്. കർത്താവ് പറയുക, നീ നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ യേശു ആഗ്രഹിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്ന് പറയുന്നത് ഒരാൾ പറഞ്ഞിട്ടോ ആരെങ്കിലും ഉപദേശിച്ചിട്ടോ ആരെങ്കിലും നിന്നെ തിരുത്തിയിട്ടോ വരേണ്ടതല്ല. സ്പോണ്ടേനിയസ് ആയി ഓട്ടോമാറ്റിക്കലി തന്നെ വരണം. അതെൻ്റെ യേശുവിൻ്റെ സഹോദരനാണ്, യേശുവിൻ്റെ മകനാണ്, അതുകൊണ്ട് എനിക്കൊന്നും തിരിച്ച് ചെയ്തുകൂടാ എന്ന് വരികയാണെങ്കിൽ, ആ അസൂയപ്പെടാതിരിക്കുകയാണെങ്കിൽ, വിഭാഗീയ ചിന്ത ഇല്ലാതിരിക്കുകയാണെങ്കിൽ, അവിടെയാണ് ഞാൻ ആത്മീയ മനുഷ്യൻ, ആത്മാവിൻ്റെ ഇഷ്ടമനുസരിച്ച് നടക്കുന്നവൻ, ആത്മാവിൻ്റെ ഹിതമനുസരിച്ച് നടക്കുന്നവൻ. അല്ലെങ്കിൽ ഞാൻ ആരാണ്? ജഡത്തിൻ്റെ വ്യാപാരത്തിൽ ജഡികനാണ്. അവന് ക്രിസ്തുവിനെ കുറിച്ച് യാതൊന്നും കൂടുതലായി അറിയാനോ മനസ്സിലാക്കാനോ സാധിക്കത്തില്ല. ആത്മീയ രഹസ്യങ്ങൾ അറിയുന്നവൻ എങ്ങനെയാണ് എന്നുള്ളത് 1 കൊരിന്തോസ് അതിൻ്റെ റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം മുതൽ എങ്ങനെയാണ് ആത്മീയ മനുഷ്യൻ ആയിരിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് അപ്പസ്തോലൻ നമ്മളോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. റോമാലേഖനം 8-ാം അധ്യായം 5 മുതൽ വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എന്തെന്നാൽ ജഡീകമായി ജീവിക്കുന്നവർ ജഡീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു, ആത്മീയമായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു. ജഡീക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു, ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. ദൈവത്തിന്റെ വചനം പറയുകയാണ്, നീ ജഡികമായിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ അതോടെ ഒരു വ്യത്യാസമുണ്ട്. എന്നാൽ ജഡികമായി ജീവിക്കുന്നവൻ ജഡിക കാര്യങ്ങളിൽ മാത്രം മനസ്സ് വയ്ക്കുന്നു. അതായത് അവന് IELTS, അവന് ജോലി, പണം, വസ്ത്രം, ആ മേഖലയായിരിക്കും. അതായത് മെയിൻ ഒരു മനുഷ്യൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ വസ്ത്രമാകാം, ഭക്ഷണമാകാം, പാർപ്പിടമാകാം, അതുമായിട്ടുള്ള ബന്ധപ്പെട്ട സകല കാര്യങ്ങളും. ഇതായിരിക്കും അവൻ്റെ ആഗ്രഹവും അവൻ്റെ സകല ലക്ഷ്യവും. അവൻ്റെ വിഷാകട്ടെ, ഡിസയർ ആകട്ടെ, എയിം എല്ലാം അത് തന്നെയായിരിക്കും. അതിൻ്റെ അപ്പുറത്തോട്ട് വേറൊന്നും ഉണ്ടാവത്തില്ല. അതിൻ്റെ അപ്പുറത്തോട്ട് അവൻ ചിന്തിക്കുകയോ അവൻ ആഗ്രഹിക്കുകയോ ചെയ്യത്തില്ല. എന്നാൽ ആത്മീയ മനുഷ്യനാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. അടുത്ത വാക്യം വായിച്ചോ ബ്രദറെ. ജഡീക അഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു. ജഡിക അഭിലാഷങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? മരണത്തിലേക്ക് നയിക്കുന്നു. ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും. നീ ജഡത്തിന്റെ വ്യാപാരങ്ങളിൽ, അഭിലാഷങ്ങളിൽ, ആഗ്രഹങ്ങളിലുമാണ് നടക്കുന്നതെങ്കിൽ അതിന്റെ അവസാനം മരണമാണെന്ന്. അതൊരിക്കലും നിന്നെ എങ്ങും എത്തിക്കുന്നില്ല. IELTS പാസ്സാകുമായിരിക്കാം, വിദേശത്ത് ഇല്ലുമായിരിക്കാം, ജോലി കിട്ടുമായിരിക്കാം, എല്ലാം നടക്കുമായിരിക്കാം. പക്ഷെ ഇതിനാണ് നീ ദൈവത്തിൽ ആശ്രയിക്കുന്നെങ്കിൽ, നിന്റെ ദൈവം ഇതാണെങ്കിൽ നീ എവിടം വരെ എത്തും? നീ ഒരിക്കലും ദൈവത്തിലെത്തത്തില്ല. അതെവിടേക്കാണ്? മരണത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ആത്മീയ അഭിലാഷങ്ങളാണ് നിന്റെ ആഗ്രഹമെങ്കിൽ അത് ജീവനിലേക്കാണ് നിന്നെ നടത്തുന്നത്. അടുത്ത വാക്യം വായിക്കുമ്പോൾ, ജഡീക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിന്റെ ശത്രുവാണ്. നിന്റെ ആത്മാവ് നിന്റെ ജഡിക താല്പര്യത്തിലാണ് നീ മുഴുകിയിരിക്കുന്നെങ്കിൽ അവൻ എന്താണ്? ആരാണ്? ദൈവത്തിന്റെ ശത്രുവാണ്. അതായത് ലിമിറ്റഡ് റെവലേഷനിൽ നിൽക്കുന്നവൻ, പാല് കുടിക്കുന്നവൻ, ക്രിസ്തുവിനെ കുറിച്ച് അറിയാത്തവൻ,
പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ഇപ്പുറത്ത് അവൻ ദൈവത്തിൻ്റെ ശത്രുവാണ്. അവൻ ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ നടത്തി പോവും. അവൻ അസൂയ അവൻ്റെ പ്രധാനപ്പെട്ട വിഷയം. നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഞാൻ ആത്മീയനാണോ ജഡികനാണോ എന്ന് തിരിച്ചറിയണമെങ്കിൽ ഒന്നിങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതി. എന്നിൽ അസൂയുണ്ടോ? എന്നിൽ അസൂയുണ്ടോ? ഓ, എല്ലാവരുടെയും മുഖം കാണുമ്പോൾ എനിക്കറിയാം ആർക്കും അസൂയയില്ല. എല്ലാവരും നല്ല മാന്യന്മാരാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ സുഹൃത്ത് പ്രാർത്ഥനയിൽ വന്നവന്, നമ്മുടെ ഡിനോ ബ്രദറിന് ന്യൂസിലാൻഡിലേക്ക് പോകാനായിട്ട് വിസ വന്നു. അപ്പോൾ ഡിനോ ബ്രദറാണ് അന്ന് അങ്കമാലി യൂത്തിനെ ഫുള്ള് കൺട്രോൾ ചെയ്യുകയും നയിക്കുകയും ചെയ്തിരുന്നത്. അപ്പോൾ ഡിനോ ബ്രദറിന് വലിയൊരു സന്തോഷവും ഒരു വലിയ ആഗ്രഹം, വർഷങ്ങളായിട്ടുള്ള പ്രാർത്ഥന വിഷയമാണ് ന്യൂസിലാൻഡിലേക്ക് പോവുക എന്നുള്ളത്. അപ്പോൾ ഞങ്ങളിത് വിസ വന്ന് എല്ലാം റെഡി ആയി കഴിഞ്ഞപ്പോൾ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പറയാണ്, എനിക്ക് വിസ വന്നു ന്യൂസിലാൻഡിലേക്ക്, അടുത്ത 16-ാം തീയതി ഞാൻ ന്യൂസിലാൻഡിലേക്ക് പോകും എന്ന് പറഞ്ഞപ്പോൾ കൂട്ടായ്മയിൽ ഇരുന്ന് ഒരുത്തം പറയോ, അയ്യോ ഡിനോ ചേട്ടൻ പോവാണോ? ആ വിസ ഒന്ന് ക്യാൻസലായെങ്കിൽ ഞങ്ങൾക്ക് ഡിനോ ചേട്ടൻ ഇവിടെ കിട്ടിയാലോ. ഡിനോ ബ്രദറിങ്ങനെ, എടാ വൃത്തിയിട്ടവനെ, ഞാൻ ആഗ്രഹിച്ച് വർഷങ്ങളോളം കൊതിച്ചൊരു വിസയൊക്കെ ഒപ്പിച്ച് കഴിഞ്ഞപ്പോൾ നീ എന്തേ എന്ന് വെച്ചാൽ അവൻ്റെ ആഗ്രഹം ഒറ്റ കാര്യമാണ്, ഡിനോ ബ്രദറിലൂടെ കഴിഞ്ഞ വർഷങ്ങൾ കേട്ട ദൈവവചനം അല്ലെങ്കിൽ അദ്ദേഹത്തിലൂടെ കേട്ട ഉപദേശങ്ങൾ, ആ അദ്ദേഹത്തിൻ്റെ സാമീപ്യം, ഇതിലുള്ള സന്തോഷവും ആ ഒരു കാര്യത്തിലാണ് ഇവൻ നിഷ്കളങ്കമായി പെട്ടെന്ന് പറഞ്ഞു. അസൂയാണോ? അല്ല. പക്ഷേ ഈ വ്യക്തി എൻ്റെ കൂടെ വേണമെന്നൊരു ചിന്ത. പക്ഷേ ഇതേ മനുഷ്യന് എൻ്റെ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് വേണമെന്ന് എത്ര പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട്? എത്ര പ്രാവശ്യം ഈ ഡിനോ ബ്രദറിലൂടെ ആകട്ടെ, ഷിബു ബ്രദറിലൂടെ ആകട്ടെ, ഈ ബ്രദേഴ്സിലൂടെ ആകട്ടെ, ദൈവദാസന്മാരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ കൂടെ വസിക്കണം എന്നാഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പകരം അപ്പോഴും നമ്മൾ ജഡത്തിൻ്റെ പിന്നാലെ, ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലാണ് നമ്മൾ കഴിയുന്നത്. അടുത്ത വാക്യം കൂടി വായിച്ചോ ബ്രദർ, 8-ാം വാക്യം കൂടി വായിച്ചോ. ജഡീക പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. അവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുക യാതൊരു വിധത്തിലും സാധ്യമല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡീകരല്ല, ആത്മീയരാണ്. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. ആ വാക്യം വളരെ ശ്രദ്ധിക്കണം. അതായത് ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല. അസൂയുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരാണെന്ന് 1 കൊരിന്തോസ് 3:3 പറഞ്ഞു. നിങ്ങളിൽ അസൂയുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരാണ്. വിഭാഗീയ ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരാണ്. മറ്റുള്ളവരോട്, സ്വന്തം സഹോദരനോട് നമുക്ക് എന്തെങ്കിലും ഒരു വൈരാഗ്യമോ വിദ്വേഷമോ നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ ദൈവവചനം പറയുന്നു നിങ്ങൾ ജഡികർ എന്ന കാറ്റഗറിയിലാണ്. അപ്പൊ നമ്മൾ ആരാണ്? ജഡികർ എന്ന കാറ്റഗറിയിലാണ്. അതേ വാക്യത്തിന്റെ അതേ അപ്പോസ്തലൻ തന്നെ റോമാലേഖനം 8:9 എഴുതിയിരിക്കുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ ജഡികരല്ല, നിങ്ങൾ ആത്മീയരാണ്. അപ്പൊ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകും. അതായത് എൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്, ഞങ്ങൾ ആത്മീയരാണെന്ന് പറയുകയും എന്നിൽ അസൂയയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഉണ്ടാകുകയും ചെയ്താൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് പോകത്തില്ല. ഏതെങ്കിലും ഒന്നേ പോകത്തുള്ളൂ. ഒന്നേ എന്നിൽ ദൈവാത്മാവില്ല, ഞാൻ ജഡികനാണ്, ഞാൻ ജഡത്തിൻ്റെ വ്യാപാരം അനുസരിച്ചിട്ടാണ് പോകുന്നത്. അല്ലേ എന്നിൽ ദൈവാത്മാവുണ്ട്, ഞാൻ ജഡികനല്ല. രണ്ടിലെ ഏതെങ്കിലും ഒരെണ്ണേ പോകത്തുള്ളൂ. നമ്മൾ സ്വയം ചിന്തിച്ചു നോക്കുക, സ്വയം പരിശോധിച്ച് നോക്കുക, ഞാൻ ആരാണ്? ജഡികനാണോ ആത്മീയനാണോ? ദൈവിക രഹസ്യങ്ങളെ കുറിച്ച് എനിക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല? വചനം വായിച്ചിട്ട് പലരും എന്ന് പറയും, ബ്രദറെ ബൈബിൾ വായിക്കൂ, നിങ്ങളൊക്കെ പറയുന്ന പോലെ പറയണമെന്നുണ്ട്, ആഗ്രഹമുണ്ട്, ഒന്നും മനസ്സിലാവുന്നില്ല ബ്രദറെ. യാതൊരു വിധത്തിലും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. വെറുതെ ഇങ്ങനെ വായിച്ചു പോകാന്നല്ലാതെ ഒന്നും മനസ്സിലാകുന്നില്ല. വചനം പറയുകയാണ്, നിങ്ങൾ ജഡികരാണെങ്കിൽ ദൈവത്തെക്കുറിച്ച്, ക്രിസ്തുവിനെ കുറിച്ച് അറിവിൻ്റെ കാര്യത്തിൽ നിങ്ങൾ പൈതങ്ങളാണ്. യേശുവിനെ കുറിച്ച് നിങ്ങൾക്ക് യാതൊന്നും മനസ്സിലാവത്തില്ല. വചനം വായിക്കും, ഗ്രഹിക്കത്തില്ല, മനസ്സിലാകത്തില്ല, തിരിച്ചറിയാൻ പറ്റത്തില്ല. ആ വാക്യം ഒന്നുകൂടി വായിച്ചോ, 9-ാം വാക്യം. ദൈവത്തിന്റെ ആത്മാവ് യഥാർത്ഥമായി നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല, ആത്മീയരാണ്. ഒരു കാര്യം കൂടി പറയാണ്, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ, ദൈവത്തിന്റെ ആത്മാവ്, യേശുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ ക്രിസ്തുവിനുള്ളവനല്ല. അവൻ ക്രിസ്തുവിനുള്ളവനല്ല. അവൻ അവസാനം നാശത്തിന്റെ സന്തതി, നാശത്തിന്റെ പുത്രൻ. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം മുഴുവൻ പറയുകയാണ്, നാശത്തിന്റെ പുത്രനല്ലാതെ മറ്റാരും എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ എൻ്റെ കൂടെയുണ്ട്, നമ്മോട് കൂടെയുണ്ട് എന്ന് വചനം പറയുക. നമ്മൾ സ്വയം പരിശോധിക്കുക, ഞാൻ ജഡികനാണോ, ഞാൻ ആത്മീയനാണോ? ഞാൻ അസൂയയും വിദ്വേഷവും വെറുപ്പും വൈരാഗ്യവും ഉള്ളവനാണോ? ഇന്നും എനിക്ക് കഷ്ടം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലേ? ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല. ഞാൻ പൊട്ടിത്തെറിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ
വാക്കൗട്ട് നടത്തുന്നു, ഞാൻ വിദ്വേഷം, ഞാൻ എന്തൊക്കെയോ ചെയ്യുന്നു, എങ്കിൽ നമ്മൾ ആരാണ്? ജഡികരാണ്. എനിക്ക് യേശുവിൻ്റെ വചനം പറയുന്ന വളരെ വ്യക്തമായിട്ടൊരു കാര്യമുണ്ട്. നിങ്ങൾ ചെയ്യാത്തതിനെ നിങ്ങളെ കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കത് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്താ ഉള്ളത്? മറ്റേത് വിജാതീനം ചെയ്യുന്നുണ്ടല്ലോ. ഏത് ചെയ്ത കുറ്റത്തിനാണ് ഒരുവൻ നമ്മളെ ഇത് ചെയ്യുന്നെങ്കിൽ നമുക്ക് സഹിക്കാൻ പറ്റും. പക്ഷേ നന്മ ചെയ്തിട്ടും തിന്മയാണ് നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതെങ്കിൽ, അങ്ങനെ ആ പ്രതിഫലം ലഭിച്ചിട്ടും നിങ്ങൾ സൈലന്റ് ആണെങ്കിൽ, കർത്താവിന്റെ വചനം പറയുന്നു ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഞാൻ ക്രിസ്തുവിനുള്ളവനാണ്, ദൈവത്താൽ ഉള്ളവനാണ്, ഞാൻ ജഡികനല്ല, ആത്മീയനാണ്, ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പാട് എനിക്കുണ്ടാകും. ഇത് തന്നെ കൊരിന്ത്യർ ലേഖനം പറയുന്നുണ്ട്, ദൈവാത്മാവുള്ളവൻ ദൈവിക രഹസ്യങ്ങൾ അറിയുകയും ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു. ദൈവിക രഹസ്യങ്ങൾ അറിയുകയും അത് ലോകത്തോട് പറയുകയും ചെയ്യുന്നു. ദൈവാത്മാവുള്ളവൻ അവനാണ് പ്രവാചകൻ. എവിടെയാണ് പ്രവചനം നടക്കുന്നത്? ദൈവാത്മാവുള്ളവൻ ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ അന്വേഷിച്ചറിയും. ദൈവത്തിൻ്റെ ഹൃദയം എന്താണെന്ന് അന്വേഷിച്ചറിയും. അവൻ പോയി ദൈവത്തിൻ്റെ ഹൃദയത്തെ പരിശോധിക്കും. എങ്ങനെയാണ് ദൈവത്തിൻ്റെ രഹസ്യങ്ങളെന്ന് അവൻ പരിശോധിച്ചറിയുകയും അവൻ മനസ്സിലാക്കുകയും ചെയ്യും. അങ്ങനെയാണ് അവൻ മുന്നോട്ട് പോകുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. അങ്ങനെ ദൈവിക രഹസ്യങ്ങൾ അറിയുന്നവനെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ അവന് ലഭിക്കത്തുള്ളൂ. അവനാണ് ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരത്തുള്ളൂ എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുക. നമ്മളൊന്ന് തിരിച്ചറിയുക, നമ്മളെ കർത്താവ് വിളിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ വേർതിരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? വിശുദ്ധീകരിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവിക രഹസ്യങ്ങൾ നമ്മളെ പഠിപ്പിക്കാനാണ്. ക്രിസ്തുവിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് ബോധ്യം നൽകാനാണ്. എത്ര പേർക്ക് ആ രഹസ്യങ്ങളെ അറിയാം? ഒന്ന് കണ്ണുകളടച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ആ രഹസ്യങ്ങളെക്കുറിച്ച് കർത്താവ് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഇന്നലെ വരെ ഞങ്ങൾ അറിഞ്ഞതും ഇന്നുവരെ ഞങ്ങൾ മനസ്സിലാക്കിയതുമായ രഹസ്യങ്ങൾ ഇനിയും അതിൻ്റെ ആഴത്തിൽ അറിയുവാൻ, വലിയ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ബോധ്യം ഞങ്ങൾക്ക് നൽകുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ അയക്കണമേ. ദൈവിക രഹസ്യങ്ങളുടെ കലവറയായി കർത്താവെ അവിടുന്ന് തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിനി ജഡിക മനുഷ്യരല്ല, ആത്മീയ മനുഷ്യരായി മുന്നോട്ട് പോകുവാൻ, ആത്മാവിൻ്റെ ഹിതം ഞങ്ങളിൽ എപ്പോഴും നിലനിൽക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ജഡത്തിൻ്റെ പ്രവൃത്തികളായ ദുർനടപ്പും അശുദ്ധിയും സകല വിഗ്രഹാരാധനയാകുന്ന ആഭിചാരവും പകയും പിണക്കവും സകല മേഖലകളും ഞങ്ങളിൽ നിന്ന് മാറിപ്പോകുവാൻ, വിശുദ്ധി ഞങ്ങളിൽ കടന്നു വരുവാൻ തക്കവണ്ണം അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവ് ആ ദൈവിക രഹസ്യങ്ങളുടെ കാവലാളായി ഞങ്ങളെ മാറ്റുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഹിതപ്രകാരം ആത്മീയ മനുഷ്യനായി ഞങ്ങൾ മാറുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങളെ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ.